ഷിജോ കുര്യൻ കൂടി ചെയ്യുന്നു. ഷിജോ, കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. SIT 5 അല്ലെങ്കിൽ 7 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു കോടതി മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ. പക്ഷേ 3 ദിവസം കസ്റ്റഡി അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. അത് വലിയ തിരിച്ചടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഉയർത്തിയ ഒരു വാദവും കോടതി മുഖവിലക്കെടുത്തില്ല എന്ന കാര്യം വ്യക്തവുമാണ്. ഇനിയിപ്പോൾ SITയുടെ നിർണായക നീക്കങ്ങൾ ഉണ്ടാകും. തെളിവെടുപ്പ് പാലക്കാടടക്കം എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. കോടതിക്ക് പുറത്ത് എന്താണ് സ്ഥിതി? വലിയ പ്രതിഷേധം ഉയർത്താൻ DYFI BJP പ്രവർത്തകരുടെ തമ്പഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. വിവരങ്ങൾ പറയും. പ്രജിനി, കോടതിക്ക് പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കോടതിയിലേക്ക് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സമാനമായ സാഹചര്യം. ഒരു തരത്തിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പ്രതിഷേധക്കാർ കൂട്ടാക്കിയിട്ടില്ല. യുവമോർച്ച, DYFI, SFI അടക്കമുള്ള യുവജന സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള മുദ്രാവാക്യം വിളികളുമായിട്ട് കോടതി പരിസരത്ത് പ്രതിഷേധിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, അതുപോലെ തന്നെ കാട്ടുകോഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോടതി പരിസരത്ത് വലിയ പ്രതിഷേധം തീർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് സംഘം അല്പസമയത്തിനകം കോടതിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരും. ഇനി ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിലുള്ളതുപോലെ ഒരു വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധന ആവശ്യമെങ്കിൽ ഒരുപക്ഷെ അത് ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ തന്നെ നടത്താം. അല്ലെങ്കിൽ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ എത്തിച്ചുകൊണ്ട് അവിടുത്തെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി AR ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും സാധാരണ നിലയിൽ ചെയ്യുക. എന്തായാലും പത്തനംതിട്ട AR ക്യാമ്പിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് സംഘം പോവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ പ്രതിഷേധം ജില്ലയിലുടനീളം രാഹുലിന് നേർക്ക് ഉണ്ടാവുകയാണ്. പത്തനംതിട്ടയിലും മാവേലിക്കരയിലും തിരുവല്ലയിലും എല്ലാം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ കോണുകളിൽ നിന്ന് യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ഉണ്ടാവുകയാണ്. യുവമോർച്ചയും DYFIയും SFIയും അടക്കമുള്ള യുവജന സംഘടനകളിലെ പ്രവർത്തകർ ഇപ്പോൾ കോടതി പരിസരത്ത് വാഹനങ്ങളിലടക്കം കയറിയുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു നിന്ന് പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള ആക്രമണം അതിപ്പോ ഏത് വമ്പനും കൊമ്പനുമായാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫ്ലക്സ് ഉയർത്തിക്കൊണ്ട് DYFI പ്രതിഷേധിക്കുന്നു. അത്തരത്തിൽ DYFIയും യുവമോർച്ചയും ഒക്കെ വലിയ പ്രതിഷേധം തീർക്കുമ്പോൾ അവരിൽ നിന്ന് എങ്ങനെ ഈ പ്രതിഷേധക്കാരെ മറികടന്നുകൊണ്ട് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു ആശങ്ക പോലീസിനുമുണ്ട്. കാരണം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ ആശുപത്രിയിലടക്കം പത്തനംതിട്ടയിൽ കണ്ടത്. അപ്പോൾ ഇന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ DYFI യുവമോർച്ച പ്രവർത്തകർ കോപ്പുകൂട്ടുന്നത്, അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കുന്നത് കാത്ത് ആ പ്രതിഷേധത്തിന്റെ ശക്തി കൂട്ടാനായി കാത്തിരിക്കുകയാണ്. അശ്വിൻ പാലാഴി തുടരുന്നു. അശ്വിൻ, ഈ കോടതിക്കകത്ത് നടന്ന വാദങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട്. ഈ കേസ് നിലനിൽക്കില്ല എന്ന വാദം ഏറ്റവും ഒടുവിൽ ഈ പ്രതിഭാഗം അഭിഭാഷകർ നിരത്തിയിരുന്നു. 3-ാം കേസ് ഈ മെനഞ്ഞെടുത്തൊരു കഥയാണ് എന്ന രീതിയിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടെടുക്കാൻ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ കേസ് എടുത്തിരിക്കുന്നത് എന്ന വാദം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ DGP TP സെൻകുമാർ പറഞ്ഞടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിഭാഗം ഇന്ന് കോടതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ അതിജീവിതയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് വഴിയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടും അതിൽ ഒപ്പിട്ടിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. അതിലെന്തായിരുന്നു കോടതിയുടെ നിരീക്ഷണം? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട രാഹുലിനെതിരെയുള്ള മറ്റ് 2 കേസുകളുടെ വിശദാംശങ്ങൾ കൂടി ഇന്ന് പ്രതിഭാഗം കോടതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ 3ാമത് വന്നിരിക്കുന്നത് കുക്ക്ഡ് സ്റ്റോറി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത് പ്രതിഭാഗം. അതായത് മെനഞ്ഞെടുത്ത കഥ എന്നുള്ളതിനപ്പുറത്തേക്ക് കേസിനൊരു മെറിറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അറസ്റ്റ് പോലും ചാടിക്കേറി അറസ്റ്റ് ചെയ്തു എന്നൊരു വാക്കാണ് കോടതിയിൽ പ്രതിഭാഗം ഉപയോഗിച്ചത്. 3ാമത് ഒരു കേസ് വരുമ്പോൾ 2 കേസുകൾ കൂടി പരിഗണിക്കണം, അതിന്റെ നിലവിലെ സ്ഥിതി കൂടി കോടതി അറിയണമെന്ന പ്രതിഭാഗം പറഞ്ഞു. ഒരു കേസിൽ നോട്ട് ടു അറസ്റ്റാണ്, കോടതി തന്നെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതിനിടെ 3ാമതായി വരുന്ന കേസ് അത് മെനഞ്ഞെടുത്ത കേസാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പ്രോസിക്യൂഷൻ വാദത്തിനെതിരായി പ്രതിഭാഗം വാദിച്ചു. ഒപ്പം കണ്ടുകിട്ടാനായി ഒരു തെളിവുകളും ഈ കേസിൽ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ മറ്റൊരു വാദം. അതേസമയം പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തുകൊണ്ട് വാദിച്ചത് ഡിജിറ്റൽ ഡിവൈസുകളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്, ഇതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്, അതിന് കസ്റ്റഡി അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു ആവശ്യം. ഏറ്റവും ഒടുവിൽ 3 ദിവസത്തെ കസ്റ്റഡിയെങ്കിലും വേണം എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് 7 ദിവസം നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ 3 ദിവസത്തേക്ക് രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതിൽ ഇനി പാലക്കാട് എവിടെയൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എവിടെയൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കണക്ഷൻ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനി പ്രത്യേക അന്വേഷണ സംഘമാണ് അതിൽ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടത്. ഒപ്പം വടകരയിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന വിവരം. അവിടങ്ങളിലേക്കൊക്കെ ഈ 3 ദിവസത്തിനുള്ളിൽ തെളിവെടുപ്പ് നടക്കുമോ
എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരണം. എന്തായാലും കോടതി നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് 3 ദിവസത്തെ കസ്റ്റഡി നൽകിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ രാഹുൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ ഇവിടെ നിന്ന് പ്രതിഷേധങ്ങളെയൊക്കെ മറികടന്ന രാഹുലുമായ അന്വേഷണ സംഘത്തിന് പോലീസിന് പോവേണ്ടത് പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ്. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പടക്കമുള്ള വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അവസാന 2 ദിവസങ്ങളിലായിരിക്കും ഈ തെളിവെടുപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ ദിവസം പൂർണ്ണമായും ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ള അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ എന്നുള്ള നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.